കന്യാകുമാരി എന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ അടുത്തതായിട്ട് പോകുന്ന കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ തന്നെയുള്ള അടിപൊളി ഒരു വെള്ളച്ചാട്ടം കാണാനാണ്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ചെറിയ രീതിയിൽ മഴയൊക്കെ തുടങ്ങിയായിരുന്നേ. ഞങ്ങൾ അങ്ങ് എത്തിയപ്പോഴത്തേക്കും നല്ല മഴയൊന്നും ഇല്ലായിരുന്നു, എങ്കിൽ പോലും ചെറുതായിട്ട് ഇങ്ങനെ ചാറുന്നുണ്ടായിരുന്നേ. ഇതാണ് കേട്ടോ തൃപ്പരപ്പ് വാട്ടർഫാൾസ്. ഇത് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ തന്നെയുള്ള ഒരു വാട്ടർഫാൾസ് ആണ്. കന്യാകുമാരിയിലൊക്കെ ട്രിപ്പ് വരുന്നവരാണെങ്കിൽ ഈ ഒരു സ്പോട്ട് ഉറപ്പായിട്ടും മിസ്സാക്കരുത് കേട്ടോ. അത്രയ്ക്ക് വൈബുള്ളൊരു സ്ഥലമാണ്. ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഒരു ഈവനിങ് ടൈം ആയിരുന്നു. നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേര് കുളിക്കാനൊക്കെ ഇറങ്ങുന്നുണ്ട്. കുളിച്ചിട്ട് ചില്ല് ചെയ്തിട്ട് ആളുകളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ കുളിക്കാനുള്ള പ്രിപ്പറേഷനിലൊന്നും അല്ല പോയെങ്കിലും ഞങ്ങൾ കാലൊക്കെ വെള്ളത്തിൽ നനച്ചിട്ട് കുറേ നേരം അവിടെ നിന്ന് കേട്ടോ. നല്ല തണുപ്പാണ് കേട്ടോ. നല്ല ക്ലൈമറ്റും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് നല്ല രസമായിരുന്നു കേട്ടോ അവിടെ കുറേ നേരം നിൽക്കാനായിട്ട്. വലിയ ഹൈറ്റിലൊന്നും അല്ല, നല്ല താഴ്ന്നു കിടക്കുന്ന വെള്ളച്ചാട്ടമാണ്, എങ്കിൽ പോലും നല്ല ഒഴുക്കായിരുന്നു കേട്ടോ. ഗാർഡ്സൊക്കെ നല്ല രീതിയിൽ ആളുകളെ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. കുട്ടികളായിട്ടൊക്കെ വരുന്നവരായിട്ട് അവർക്കൊക്കെ കുളിക്കാൻ വേണ്ടിയിട്ട് അവിടെ പ്രത്യേകം സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഗാർഡ്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കേട്ടോ. എല്ലാവരും ഫാമിലിയായിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ആ ഫോട്ടോസൊക്കെ കൂടി ഞാൻ ഇതിനകത്തോട്ട് ആഡാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നപ്പോഴത്തേക്കും ഈ മഴയുടെ കാടിനെ അങ്ങ് ചെറുങ്ങനെ കൂടി വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങിയില്ലെങ്കിൽ പോലും ഞങ്ങൾ പാതി നനഞ്ഞ അവസ്ഥയായി. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇവിടെ ഒരുപാട് സ്റ്റോളുകളും ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന. പിന്നെ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. ഞങ്ങൾ വീട്ടിലേക്ക് എത്താറായപ്പോഴത്തേക്ക് രാത്രി ഒരു 9 മണിക്ക് അടുത്തായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ള കേട്ടോ ഈ ഒരു യാത്രയിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്